ഹലോ സുഹൃത്തുക്കളെ, അപ്പം ഇന്ന് നമ്മളെ ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡ് ചെമ്മാട്. അപ്പോൾ ആ റോഡ് ഏകദേശമൊക്കെ പൊളിച്ച് രണ്ടാമത് അഴിച്ചുപണിയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ സാധാരണത്തെ പോലെ കുറച്ച് മെറ്റലിട്ട് ഓട്ടെടുക്കുന്ന പരിപാടി ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഈ റോഡ് ഗതാഗതം അടച്ചിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ യാത്രക്കാർ ശ്രദ്ധിക്കണം. പ്രൈവറ്റ് വാഹനങ്ങളും മറ്റും പോകുന്നവർ കൊടിഞ്ഞി റോഡ് വഴി ബൈപ്പാസ് യൂസ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഈ ബസ് സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ബസ്സുകൾ മൊത്തം ഇപ്പോൾ ഇവിടെ മെയിൻ റോഡിൽ ഈ ജംഗ്ഷനിൽ വന്നിട്ടാണ് തിരിക്കണതും പോണതൊക്കെ. അപ്പോൾ ഇവിടെ പരമാവധി ബ്ലോക്കാണ് വരാൻ സാധ്യത. അപ്പോൾ രാവിലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ചെറിയ ചെറിയ മിനി ബസ്സുകളൊക്കെ ഇവിടുന്നാണ് തിരിച്ചു പോകാനുള്ളത്. അപ്പോൾ ഇവിടെ ഒന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഇവിടെ ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആളുകൾ പരമാവധി ബൈപ്പാസ് യൂസ് ചെയ്ത് ഇവിടുത്തെ ഗതാഗത തിരക്ക് കുറക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പിന്നെ റോഡ് ഏകദേശം പണി തീരണമെങ്കിൽ സമയമെടുക്കും. അപ്പോൾ ഒരുപാട് സമയമെടുക്കാനാണ് സാധ്യത. കാരണം മൊത്തം കോൺക്രീറ്റൊക്കെ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ അതുവരെ ബസ്സിൻ്റെ യാത്രകൾ ഈ മെയിൻ റോഡിലും ബസ്സിൻ്റെ തിരിക്കാനുള്ള സംവിധാനങ്ങളൊന്നും വേറെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ഇവിടെ തന്നെ ആകുമ്പോൾ ബസ് ഓരോന്നും തിരിച്ചു വരുമ്പോഴത്തേനും ഇവിടെ ബ്ലോക്ക് വരും. അപ്പോൾ പ്രൈവറ്റ് യാത്രക്കാർ പ്രൈവറ്റ് വാഹനവുമായി പോകുന്ന ആളുകളൊക്കെ പരമാവധി ബൈപ്പാസ് വഴി പോകുന്നതും വരുന്നതുമായിരിക്കും നന്നാവുക. മാത്രമല്ല ഇവിടെ മെയിൻ റോഡും തന്നെ കുറേ വെട്ടിപ്പൊളിച്ചൊക്കെ കിടക്കണതുകൊണ്ട് യാത്രക്ക് വളരെ പെട്ടെന്ന് പോകാനും വരാനൊന്നും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയായി കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് പുതിയ റോഡിൻ്റെ പണി തീർന്നതിന് ശേഷം കാണാം. ഇതോടൊപ്പം തന്നെ നമ്മുടെ മെയിൻ റോഡിൻ്റെ അറ്റകുറ്റപ്പണി ഇതുവരെ തീർന്നിട്ടില്ല. പൈപ്പ് ലൈൻ കീറി അതങ്ങനെ തന്നെ കിടക്കുകയാണ്. അതൊരു വലിയ പ്രയാസം.